വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വിസ്മയ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി എന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇന്നൊന്ന് കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് മിക്കവാറും നിങ്ങൾ മീഷോ എടുത്ത് നോക്കിയിട്ടുള്ള ഒരു 90% ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചതാണ്. പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണത് വാങ്ങാൻ പറ്റിയത്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ വാങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു പ്രോഡക്റ്റാണിത്. എനിക്ക് നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഇത് കണ്ടില്ലേ, തെള്ളങ്ങണം കണ്ടില്ലേ, നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ. വന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത്. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ 2 സംഭവങ്ങളും കൂടെ വരും. അത് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഇതിൽ വെക്കാനുള്ള ഹോളൊക്കെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ആ സ്റ്റിക്കറിൽ നമ്മൾ ബാത്റൂമിലാണെങ്കിൽ ടൈലിലൊക്കെ ആ സ്റ്റിക്കർ ഒട്ടിക്കുക. സ്റ്റിക്കർ എവിടെ പോയി? ഓക്കെ, സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഓക്കെ, ദേ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ, 2 സ്റ്റിക്കേഴ്സും ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മൾ ആദ്യം നമ്മുടെ വാളിൽ ഒട്ടിക്കുക, മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ഒരു മനുഷ്യനെ നമ്മൾ ഇതിൻ്റെ അകത്തേട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അങ്ങനെ 2 പേരെയും അപ്പുറം ഇപ്പുറം വെക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കണത്. നമുക്കിപ്പോൾ ബാത്റൂമിലൊക്കെ ആണെങ്കിലും ബാത്റൂമിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സോപ്പ്, ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിതിൽ വെക്കാം. എവിടെ വേണേലും നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് ബെഡ്റൂമിലോ എവിടെ ആണെങ്കിലും യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതായിരുന്നു ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 151 151 രൂപയ്ക്കാണ്. 151 രൂപയ്ക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കിഡ്സിനുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ പെൻസിലാണ്. പെൻസിൽസിൻ്റെ ഒരു സെറ്റാണ്. ഇങ്ങനെ 10 പെൻസിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഭയങ്കര കളർഫുള്ളും പിന്നെ അതിൻ്റെ കൂടെ ഇറേസറെല്ലാം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതുണ്ട്. നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ നമ്മൾ ക്യാൻഡി ഒക്കെ വാങ്ങും പോലെ എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ 1-2 ഞാനെടുത്ത് ഉപയോഗിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇത് കിഡ്സിന്, കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും എല്ലാം നല്ല അടിപൊളി സാധനമാണ്. നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കിപ്പോൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. നല്ലതായിട്ട് തന്നെ തോന്നിയാണ് നിൽക്കുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള പല കളേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൻ്റെ 10 പീസായിട്ടുള്ള ഒരു പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് ഈ 10 വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് 143 ആണ്. 143 രൂപയ്ക്കാണ് ഇത് നമുക്ക് കിട്ടുന്നത്. 10 കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു 14 രൂപ പോയിന്റ് നമുക്ക് കിട്ടും. അതായത് 15 താഴെ 15 രൂപ ഏകദേശം എന്ന് വയ്ക്കാം. ഒരെണ്ണത്തിന് ഒരു 15 രൂപയൊക്കെ വരും. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഇത്രയും അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് 1-2 ഇതുപോലത്തെ കടയിലൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിയാൽ മതി. അല്ലാതെ ഇപ്പോൾ 10 നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ എനിക്ക് അത്ര ഭയങ്കര അഫോർഡബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നല്ലൊരു ഓപ്ഷനായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയില്ല. സംഭവം കൊള്ളാം, പക്ഷെ 15 രൂപയ്ക്കുള്ള പെൻസിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് എനിക്കത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജുംക്കയാണ്. ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പാക്കേജിങ് ഒക്കെ വന്നേക്കണം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഫുള്ള് പേപ്പറും ഇങ്ങനെ കവറിലൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഈ ജുംക്ക എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഷെയ്ഡിൽ ബീഡ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. രസമുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കണത്. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ജുംക്ക നല്ല ഹെവിയാണ് കേട്ടോ. നല്ല ഹെവിയാണ്. ഞാൻ വെറുതെ ഒന്നും ഇട്ട് നോക്കട്ടെ. നമ്മൾ ആദ്യം ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു. എനിക്ക് അത്ര ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനും എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതൊരു ചെറിയ ഗോൾഡൻ പ്ലേറ്റിലായിട്ടുള്ള ഇതാണ്. നമുക്ക് സാരീസിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇട്ട് നോക്കിയിട്ട് നല്ലപോലെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫങ്ഷൻ വെയർ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ള രസമുണ്ട്. ക്വാളിറ്റി തോന്നുന്നുണ്ട്.
അതായത് ഇതിൻ്റെ ബീഡ്സൊക്കെ ആണെങ്കിലും പേളാന്ന് തോന്നുന്നു, ചില പേള് പോലെ പേളും പിന്നെ ഗ്രീനൊക്കെ ആണെങ്കിലും നല്ല ബീഡ്സാണ് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റലായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ ഈ ജിംക്കയുടെ റേറ്റ് വന്നിട്ട് 206 206 രൂപയ്ക്കാണ് ഈ ഇയറിങ്സ് നമുക്ക് കിട്ടിയത്. ആ ഒരു റേറ്റിനുള്ളത് ഉണ്ട്. എന്തായാലും നമ്മൾ സ്റ്റോറിൽ പോകുമ്പോഴത്തേനും സാധാ നമ്മൾ ഇയറിങ്സിനൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ഹെവിയാണ്, നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാനും പറ്റും, നല്ലതാണ്, അത്യാവശ്യം നല്ല ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഇത് 206 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. രസമുണ്ട്, ഇച്ചിരൂടെ കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല ഹെവി വർക്കൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത്ര ഉണ്ടാകുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗാണ് കേട്ടോ. 2 ബാഗ് ഞാൻ വാങ്ങിയതാണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇത്രയും ക്ലോസ് ആയിട്ട് പോലും നോക്കുന്നത്. കൊള്ളാം കേട്ടോ, കൊള്ളാം, അടിപൊളിയാ. എൻ്റെ സിപ്പ് ഓപ്പൺ ആവുന്നില്ല. കൊള്ളാം. ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. നോക്കിക്കേ, അതായത് മീൻസ് ഇത് നമ്മൾ തൊടുമ്പോൾ ഇല്ല, സാധാ വെറുതെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് തൊടുന്ന പോലത്തെ അല്ല, കുറച്ച് നല്ല കട്ടുണ്ട്. ഈ ഒരു ഇതില്ലേ, ഇവിടുത്തെ ഈ ഒരു മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല പോലെ നമുക്ക് ക്വാളിറ്റി തോന്നുന്നുണ്ട്, പെട്ടെന്ന് പോവത്തേ ഇല്ല. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ ലെതർ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നേക്കണേ. ഇതിൻ്റെ അകത്താണേലും അകത്ത് ഈ ഒരു ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഇന്നർ സംഭവം കൂടെ കണ്ടോ, അല്ല അകത്തൊരു ചെറിയൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. സോ ഇത് സൂപ്പറാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്. ഇത് ചെറുതും ഇത് വലുതും 2 എണ്ണമാണ് വരുന്നത്. ഇത് 2 എണ്ണമാണ് കേട്ടോ വന്നത്. ഇത് സൂപ്പർ, ഇത് അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത്രയും കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയതിൽ ഒന്നാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 176-നാണ് ഈ 2 ബാഗുകൾ നമുക്ക് കിട്ടുന്നത്. 176 രൂപയ്ക്ക് ഈ 2 ബാഗും ഭയങ്കര അഫോർഡബിൾ ആണ്, അല്ല ഭയങ്കര വൃത്തിയാണ്. ഇതിൻ്റെ ഈ ഒരു ബാഗിൻ്റെ വള്ളിയൊക്കെ നോക്കിക്ക്, സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. വാഷ് ബാഗ് ഇത് വാഷബിളാണ്, ഇത് വാഷ് ചെയ്യാനും പറ്റും. സൂപ്പർ, അടിപൊളി. നമുക്കിപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിലും ഇതിലിടാം, നല്ല രസമുണ്ട്. ഇതിന് വേറെ കളർ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 176 രൂപയ്ക്ക് സോ ഗുഡാണ് കേട്ടോ, അടിപൊളി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു മിററാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. മിറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിറർ അങ്ങോട്ട് കാണിക്കുന്നില്ല, ഇത്രയും വലിപ്പമുണ്ട്. മിററാണ് കേട്ടോ, ആക്ച്വലി ഇതൊരു മിററാണ്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് ചെറിയ ഒരു ഇതാണെന്ന്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും, കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ ശരിക്കും ഓർഡർ ചെയ്യാൻ നേരത്തെ ഇത്രയും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്തത് ചെറിയ മിററാണെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വരുന്നപ്പോൾ വലുതാണ്. ഇത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. നമ്മുടെ കൈ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇത്രയും ലെങ്തിൽ വരുന്ന വലിയൊരു മിററാണ് കേട്ടോ, വലുതാണ്, നല്ല മിററാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് മാത്രം വലിയൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ തോന്നുന്നില്ല, എങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒത്തിരി അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. ജസ്റ്റ് മിറർ കണ്ണാടി നോക്കുക എന്നുള്ളതല്ല. നമ്മൾ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇവിടെ വേറെ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല, ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് നല്ലതാണ്. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 ആണ്. 180 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു മിറർ കിട്ടണത്. ആക്ച്വലി എനിക്ക് മിററിൻ്റെ ഒക്കെ റേറ്റ് പുറത്ത് എത്രയാണെന്ന് അറിയില്ല. 180 രൂപയ്ക്ക് ഇത് വൃത്തിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, മിററാണ്. പിന്നെ ഈ ഫാബ്രിക് ഇതിൻ്റെ ക്വാളിറ്റി, ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, ക്വാളിറ്റി അത്ര ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. ഇതും മേ ബി നിങ്ങൾ മീഷോയിൽ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു പെൻഗ്വിൻ, അതിൻ്റെ കൂടെ നമുക്ക് 2
ഇതുപോലത്തെ ഒരു ഹോൾഡർ നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇത് നമുക്ക് മനസ്സിലായി കാണാം. ഇതൊരു സ്റ്റാൻഡാണ്. ദാറ്റ് നമുക്ക് ടൂത്ത് പേസ്റ്റോ ടൂത്ത് ബ്രഷ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരെണ്ണം. ഇതിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇതും സത്യമായിട്ട് ഞാൻ ഓർത്തത് ഇത് ചെറുതാണെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ ഓർത്തത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ ഒരു സ്റ്റാൻഡാണ്. പക്ഷെ ഇത്ര വലിയതാണിത്. അത്യാവശ്യം നല്ല, ഇപ്പോൾ നമ്മുടെ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലുപ്പമുള്ള വലിയൊരു പെൻഗ്വിനാണ് ഇത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ഇച്ചിരിയോടെ നന്നായിട്ട് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇത് വന്നേക്കുന്നത്. ഇതും അടിപൊളിയാണ്. പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ഹുക്ക് ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ. ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ നമ്മുടെ വാളിൽ ഒട്ടിക്കുക. എവിടെയാണെങ്കിലും ബാത്റൂമിലാണെങ്കിൽ ബാത്റൂം, ഈവൻ നമുക്കത് ബെഡ്റൂമിൽ അത് വെക്കാൻ അത്ര സുഖമില്ല. നമുക്ക് വർക്ക് ഏരിയയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ പൊളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ജസ്റ്റ് പൊളിക്കുക, അപ്പോൾ പശ ഉണ്ടാകും. നമ്മൾ ജസ്റ്റ് നമ്മുടെ വാളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അതും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അധികം വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് ഒന്നും പോകത്തില്ല. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് കൂടെ കിട്ടുന്ന ഇങ്ങനെ സോപ്പ് പെട്ടി എന്ന് പറയത്തില്ല, നമ്മളിതും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. സോ ഇതിലെല്ലാം നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. അതായത് നമുക്കിതിങ്ങനെ മീൻസ് ഇതിൻ്റെ കൂടെ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ക്വാളിറ്റി. ഈ ഫിഷും നല്ല ക്വാളിറ്റിയിലാണ് വന്നിരുന്നത്. ഇതുപോലെ തന്നെ 2 എണ്ണമാണ് വന്നിരുന്നത്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. ഈ 3 എണ്ണം എന്ന് പറഞ്ഞ് നിസ്സാരമില്ല, ഇത് നല്ല ക്വാളിറ്റിയിലാണ് 3 വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ സോപ്പൊക്കെ വയ്ക്കാനുള്ള ഇങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതിന് നമുക്ക് ആകെ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ $151 ആട്ടോ. സോറി, ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു സംഭവം ഈ സ്റ്റാൻഡിന് ഇതിന് 150 രൂപയില്ല, 125 രൂപ. 125 ആണ് ഇതിന് ഞാൻ കൊടുത്തുള്ളത്. 125 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ റേറ്റാണ് 150 രൂപയുടെ. അപ്പോൾ ഇതിന് 125 ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വേഗം വാങ്ങിക്കും. സോ ഇതാണെങ്കിൽ 150 രൂപയ്ക്ക് അടിപൊളിയാണ്. കാരണം അത്ര നല്ല ക്വാളിറ്റി. നമ്മൾ ചുമ്മാ ചീപ്പാണെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ മീഷോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി അത്ര മെച്ചമുണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. സോ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ thank you so much.